സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ള വാർത്തയിലേക്കാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഉത്രാട ദിനം വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് മഴ. സ്വാതന്ത്ര്യ സാജു വിവരങ്ങളുമായി. സ്വാതന്ത്ര്യ, ഇന്നലെ തൊട്ട് തന്നെ പലയിടത്തും ശക്തമായ മഴയുണ്ട്. മഴ വീണ്ടും കനക്കും. തിരുവോണ ദിനത്തിൽ മഴ മാറി നിൽക്കുമെന്നൊക്കെയുള്ള മുന്നറിയിപ്പായിരുന്നു. എന്നാണിപ്പോൾ ഏറ്റവും പുതിയ അലർട്ട്? സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു സ്വാധീന ഫലമായിട്ട് തന്നെയാണ് സംസ്ഥാനത്ത് മഴ കനക്കും എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നലെ നൽകിയ അലർട്ടുകൾ പ്രകാരം ഇന്ന് 4 ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ 2 ജില്ലകളിൽ കൂടി ഇന്ന് രാവിലെ 10 മണിയായതോടുകൂടി തന്നെ അലർട്ടുകൾ നൽകിയിരിക്കുകയാണ്. പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, പത്തനംതിട്ട, അതുപോലെ തന്നെ ഇടുക്കി ജില്ലകളിൽ കൂടിയാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഇതോടെ നിലവിൽ ഇപ്പോൾ 6 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്രാട ദിനമായ ചൊവ്വാഴ്ചയും മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. നിലവിൽ മഴ മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ സ്മൃതി, തിരുവോണ ദിവസം ഈ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഈ തിരുവോണ ദിവസത്തേക്ക് കൂടിയൊക്കെ തന്നെയും ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പലയിടങ്ങളിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് ഇല്ല എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള മഴ, നേരിയതോ ഒറ്റപ്പെട്ടതോ ആയ മഴ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട്. അത് ഈ വഴിയോര കച്ചവടക്കാരെയൊക്കെ തന്നെയും സാരമായി ബാധിക്കുന്നുമുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ പല കച്ചവടക്കാരോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഓണ ദിവസവും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയും എന്തായാലും മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ് സ്മൃതി ഉള്ളത് എന്നാണ് കാലാവസ്ഥാ വകുപ്പും നിലവിൽ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സാജുവാണ് വിവരങ്ങൾ നൽകിയത്.